രമേശേട്ടാ, ഈ പരിപാടി തുടങ്ങുന്നതിന്റെ ഇടയ്ക്കേ ഈ മോളിലുള്ള ലൈറ്റ് നിങ്ങൾ ഓഫ് ആയിക്കോളി. എന്തു പറ്റി? ഇന്റെ തലേന്ന് അത് നിങ്ങളെ മോലേക്ക് വരുമ്പോൾ എക്സാറിൻ്റെ ഉള്ളിൽ നിന്ന് ഭാര്യയിൽ കാണുന്ന കാര്യം ഞങ്ങൾ കാണുന്നത്. തേജ് രമേശേട്ടൻ, ഞാൻ വരുന്നത് താമരശ്ശേരിന്നാ, നിവൃത്തിയോടുകൊണ്ടാണ് വന്നത്. വരുമ്പോ എന്നോട് എന്റെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞിരിക്കുന്നത് താമരശ്ശേരി വന്നോണ്ട് നിവൃത്തിയുടെ കുതിരവട്ടം താമരശ്ശേരി ആണ്. വപ്പുവട്ടം പറഞ്ഞ ചുരത്തു കൂടിയാണ് എന്റെ വരവ്. ഒരിക്കലും ഇതല്ല. അപ്പം തന്നെ എന്റെ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്, മോനെ ഈ പരിപാടികൾക്ക് പോണതിന് കുഴപ്പമില്ല, കാരണം ഏറ്റവും വലിയ എനർജിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അതാരാന്ന് ചോദിച്ചാൽ അത് രമേശ് പിഷാരടിയാണ്, മൂപ്പരയിൽ കണ്ടമാനം എനർജി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് കിട്ടാൻ എന്താ വഴി? ഒന്നുമില്ല, മൂപ്പര് ഒന്നിങ്ങ് ആവാഹിച്ചെടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആവാഹിച്ചാണ് ഉള്ള അവതരിച്ചും ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ കാര്യം പറയാന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളാണ് പറയാനുള്ളത്. എന്റെ അബദ്ധങ്ങളെല്ലാം കൂടി പറഞ്ഞാൽ വിഷു മുതൽ അടുത്ത വിഷു വരെ പറഞ്ഞാൽ തീരൂല, കുറച്ച് പറയാ. ചെറുപ്പത്തിൽ ഒരു ദിവസം നമ്മൾ കിടന്നുറങ്ങുമ്പോ ഉമ്മ വന്നും കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞു, മോനെ എന്റെ കല്യാണാടാന്ന്. പടച്ചവനെ, ഉമ്മനോടോ പറഞ്ഞേ, ഉമ്മ കല്യാണം കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേങ്കിൽ നമുക്ക് മഞ്ജുവിന് തന്നെ കെട്ടണമെന്ന്. ഉമ്മ മുഖം കോട്ടിങ്ങാഞ്ഞ് പറഞ്ഞേ ഞായറാഴ്ച ഈ കല്യാണം ഇങ്ങനെ പുക്കാർത്തായി, കുടുംബങ്ങളൊക്കെ വന്ന് ഇഞ്ചൊരു വയസ്സായ ഉമ്മ മൂത്തമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മോനേന്നൊരു ആക്കല്. ഞാനും വിചാരിച്ചു ഈ തള്ളെന്തിനാണ് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നതിന് ഇങ്ങനൊരു ഇതൊക്കെയാണ്. എന്തായാലും വേണ്ടിയില്ല, ഉമ്മൻ്റെ അടുത്ത് ഞാൻ പോയി കഴിഞ്ഞ് പറഞ്ഞു, കല്യാണമൊക്കെ അല്ലമ്മ, പുതുക്കത്തിന് ജീപ്പൊന്നും വരുന്നില്ലല്ലോ. പുതുക്കം തന്നെ രമേശേട്ടന് മനസ്സിലായോ, കൂട്ടി പെണ്ണിനെ കൊണ്ടുവരുന്ന പരിപാടിയാണ്. അപ്പൊ ഉമ്മ അത് വരുമെന്ന് പറഞ്ഞു. ബാപ്പാനോട് ചോദിക്കുകയെന്ന് പറഞ്ഞു. ബാപ്പൻ്റെ അടുത്തേക്ക് ഞാൻ പോയല്ല, കാരണം ബാപ്പക്ക് ഇന്നെ കാണാന്ന് പറയുന്നത് സബർവാസം കാണാതിരിക്കുക. സബർവാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെട്ട മാസം കാണാതിരിക്കും. മൂപ്പര് ഇന്ന അടുത്തേക്ക് വരല് തന്നെ എന്നെ സ്നേഹിക്കാനാ. കാലിൻ്റെ ഞെരിയാണി മുതൽ അര വരെ ചീമക്കൊന്നെൻ്റെ വടിയുണ്ട്. ഇതാണ് നമ്മളെ സ്നേഹം. ബാപ്പൻ്റെ അടുത്തേക്കൊന്നും ഞാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊലായിന്നൊരു അശരീരി കേട്ട് ഈ ജവിടറാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എല്ലാം അങ്ങോട്ട് മാറിയെന്ന് കഴിഞ്ഞ് ബാപ്പാന്റെ കുട്ടി ഒരു കാര്യം ചെയ്താ, ആ സൗസറും കുപ്പായും അങ്ങ് കഴിച്ചാള്. കാരണം പുതുക്കത്തിന് പോകുമ്പോഴേ അത് കേട് വരണ്ടെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു ഇത് സത്യമായിക്കുമെന്ന് വിചാരിച്ചു. ഞാനെന്തെന്നില്ലാതെ സന്തോഷം ചെയ്ത് ഞാൻ ടൗസറും കുപ്പായും കഴിക്കാൻ വേണ്ടി ആത്തൊക്കെ അങ്ങോട്ട് കയറി. ഇഞ്ച പൊന്നൊരു രഘുട്ടാ, എനിക്കുണ്ട് കുറച്ച് അറാൻ പറഞ്ഞ തണ്ട കയ്യൻ അമ്മമാര്. ഈ പഹേരിഞ്ച കയ്യും കാലും പിടിച്ച് ആത്തൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ മലത്തി ഇങ്ങോട്ട് കിടത്തി. ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വയനാടൻ ചോരം പോലെ ഉണ്ട് ഒരു അലാക്കിന്റെ പഹയന് ഒരു കത്രികയും കൊണ്ട്. എനിക്ക് കല്യാണം വേണ്ടോ എന്ന് പറഞ്ഞ് പൊരിഞ്ഞൊന്നോലോളി. അതിലിഞ്ച കാല് സുഖമില്ലാത്തൊരു അമ്മോനുണ്ട്, ഞൊണ്ടി വന്നു കഴിഞ്ഞു എന്നെ കല്യാണം കഴിപ്പിക്കടാ. യാതൊരു നിവൃത്തിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങോട്ട് മലത്തി കിടത്തി കണ്ണിങ്ങോട്ട് പൊത്തിക്കുന്ന പൊന്നു രഘുട്ടാ. പിന്നെ ഫസ്റ്റ് അപ്പത്താണെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പെണ്ണിട്ട് കല്യാണവും മറ്റൊന്ന് സുന്നത്ത് കല്യാണവും. നോക്കിക്കോളി, പിടുത്തം വിട്ടു പോണ്ട. നമ്മളെ പറഞ്ഞ അടുത്തൊരു സുരേഷ് ഉണ്ട്. സുരേഷ് സാലി എന്ന് പറഞ്ഞൊരു ചെറിയോളോട് ഐ ലവ് യു എന്ന്. അന്ന് നമുക്ക് 4ാം ക്ലാസ്സിൽ നിന്നാണ് ABCD പഠിപ്പിക്കുക നമ്മൾ രഘുട്ടനൊക്കെ അല്ലേ നമ്മളൊക്കെ. ഇപ്പോഴതല്ല, ഇപ്പം പെറ്റ് വീണത് ഇംഗ്ലീഷിലാന്ന് വിളിക്കുക. എന്തിനു പറയുന്നു, ഒന്ന് പ്രസവിക്കണം, ഇപ്പം ഡിഗ്രി പാസ്സാണ് ഇപ്പോഴത്തെ കാലത്താ. അങ്ങനെ സുരേഷിനോട് ഞാൻ ചോദിച്ചു, സുരേഷേ നീ സാലിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ, അതെന്താന്ന് ചോദിച്ചു. എടോ അത് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓളെ ഇഷ്ടമാണ് എന്നുള്ളതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഇഷ്ടമാണെന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു ലവ് യു ഉണ്ടോയെന്ന് ചോദിച്ചു. അതുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എൻ്റെ പൊന്നു രമേശേട്ടാ സ്കൂളിലായിട്ട് കയറി ചെന്ന് ഇങ്ങേ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കയറിയപ്പോൾ മഞ്ജുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ താളം തുള്ളി വരുന്നേ. ഒന്ന് അങ്ങോട്ടൊന്ന്, ഈ കുട്ടിക്ക് അല്ലെങ്കിലും എന്നെ കാണുമ്പോൾ ഒരു ഉറപ്പാണ്. അന്നിട്ടോ ഇന്ന് ഞാൻ കുട്ടീനെ അടിയച്ച്. അങ്ങനെയാ ഞാനങ്ങനെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഹെഡ്മാഷുണ്ടോ പിയൂണുണ്ടോ, ആരുമില്ല. മോളെ ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇവള് വിചാരിച്ചതെന്തോ ഞായക്കേടാണെന്ന്, അതായത് തെറിയാണെന്ന് വിചാരിച്ചു. ഇവള് ഉറഞ്ഞു തുള്ളിയില്ലേ പോവുണ്ടായിരുന്നേ, ഇനി എന്നെ ഐ ലവ് യു, ഞാൻ ഐ ലവ് യു അല്ല, ഇനി ഞക്കൊലത്ത് കൂട്ടരുത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പറ്റാണ് കേട്ടോ. കാരണം ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്തവരോട് ഇംഗ്ലീഷ് പറയാൻ നിൽക്കരുത്. ഇവളെ ഡയാനമോൾ അത് പറഞ്ഞപ്പോൾ ഞാനതാ പറഞ്ഞു, കുഞ്ഞിമോളെ നീ അത് പറയരുത്, അത് നമുക്ക് അറിയൂല, നമ്മൾ വേറെ എന്തോ കേൾക്കുക. സത്യമല്ലേ? അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് നമ്മളെ നാട്ടിലൊരു പരേഡ് വന്ന്. പരേഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഫ്രൈ അതിന് നമ്മളെ നാട്ടിൽ ലെപ്രൈ എന്നാ പറയുക. പരേഡ് എന്നൊന്നും ആരും പറയൂല, ഒരു ഉൾഗ്രാമമാണ്. അങ്ങനെ നമ്മൾ ലെപ്രൈ ഒക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ മഞ്ജുവിൻ്റെ അമ്മക്കൊരു പൂതി, ഒരു ഡയലോഗ്. ഈ തള്ളക്ക് ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ, ഒറ്റ നെഞ്ഞത്താളിയാണ് ഞങ്ങൾ അടിക്കുന്നിടത്ത്. എന്നാലും എനിക്ക് ആമക്കളില്ലായിട്ടല്ലേ എൻ്റെ മോളങ്ങൾ ലെപ്രയിൽ കൂട്ടാഞ്ഞ് കുരുത്തം കെട്ട അസീന വരെ ഞങ്ങൾ കൂട്ടിയില്ലേ, എൻ്റെ മോളെ കൂട്ടിയില്ലേലും എനിക്ക് ആമക്കളില്ലായിട്ടല്ലേ. മലക്കുൽ ജബ്ബാറായ തമ്പുരാനെ എനിക്ക് അടുത്ത പേർന്ന് തന്നെങ്കിലും 2 ആമക്കളെ തരണേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പഠിപ്പിക്കുന്ന ചേട്ടൻ പറഞ്ഞ്, താത്ത
നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾ അടുത്ത പേരിന് നിൽക്കണ്ട, നിങ്ങൾ ചെറിയോളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു പറഞ്ഞു. എൻ്റെ മനസ്സിൽ അപ്പോൾ മറ്റേത് പൊട്ടി മുട്ടിട്ട് പൊട്ടിത്തെറിച്ച്. കാരണം നമ്മൾ ആദ്യം സ്ത്രീ സമത്വത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ആളാ, പ്രത്യേകിച്ച് ഇവിടെ മഞ്ജുവാ. അയിമൽ പിന്നെ ഞാൻ ചെറിയോളോട് മോളെ ഇടത്തേക്കാലം മുന്നോട്ടേക്ക് പടത്തേക്കാലം മുന്നോട്ടേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ജഗ്ഗപ്പോകാക്കുന്നുണ്ട്. ചുരുക്കി പറയാം, പരിപാടി അങ്ങോട്ട് തുടങ്ങി അടിവാരം മുതൽ താമരശ്ശേരിങ്കർ വരെ ഇങ്ങനെ ലെഫ്റ്റയിൽ നിന്ന് കത്തുക. അതിൽ നമ്മളെ മണിയട്ടിൻ്റെ വളവെത്തിയപ്പോൾ 22 കാർഡ് എത്തിയപ്പോൾ ഇഞ്ചമ്മയിട്ട് ഓലമ്മയിട്ട് നാട്ടുകാർ മൊത്തം കാണാൻ നിൽക്കുന്നുണ്ട്. ഈ ചില അമ്മമാർക്ക് ഉണ്ട് സ്വന്തം മക്കൾ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ കാണാം. പെർഫോം ചെയ്യുമ്പോൾ ഈ അമ്മമാരെ ലിപ്പ് ഇത് ചുണ്ടിങ്ങനാണ് ആക്ഷൻ കാണിച്ചു തരും. അതുപോലെ ഈ അമ്മക്ക് ഇഞ്ച മോളാണെന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ ബോധ്യപ്പെടുത്തണം. തള്ളാച്ച എന്തെന്നല്ലാത്ത രാതി ചെറിയോളാണെന്ന് വെച്ചാൽ കയ്യിലൊരു ബടിയായിട്ട് ഇങ്ങനെ നിന്ന് തള്ളുകയല്ലേ. ഇഞ്ച മോളെ കൂട്ടിയോ മാഞ്ചോ പാണ്ട തള്ള മഞ്ജു അത് കണ്ട്. പക്ഷേ എങ്കിൽ ഈ താളം പോകല്ലേ, ലെഫ്റ്റ് താളം പോകും. താളം പോണേനെ കൊണ്ട് മറുപടി പറയാൻ കഴിയൂല. പക്ഷേ എങ്കിൽ തള്ള വിടൂല എന്ന് മഞ്ജുവിന് മനസ്സിലായി. മഞ്ജു ലെഫ്റ്റ് താളം തെറ്റിക്കാണ്ട് ഒറ്റ കീച്ചല. എന്തെന്നറിയോ? ഞാൻ സത്യം പറയാ ചെഞ്ച കണ്ണ് തള്ളി. ഈ പഹച്ചി ആ നടത്തം നേരെ നടന്ന് കേറി പോകുന്ന എങ്ങോട്ടാ അറിയാം കേട്ടാ? ജീവിതത്തിൽ കേറുമ്പോ ഇവള് പറഞ്ഞ് ഞമ്മക്ക് ഒരുമിച്ച് ലെപ്രൈ അടിച്ചാല് നമ്മളെ ജീവിതം സ്വർഗാണ്, ചക്കാണ്, ചക്കക്കുരുവാണ്, നമ്മളെ രണ്ടാളെയും കൂടി ഒരു കവറിൽ മറുവയ്ക്കണോന്ന്. 1.5 കിൻഡലുള്ള ഈ പണ്ടാരോ ഞാനും 6 അടി മണ്ണിൽ എങ്ങനെ ഒരുമിച്ച് കിടക്കുക? നിങ്ങളെല്ലാം കൂടിയിട്ട് ഇനി ഒന്ന് സഹായിച്ചേരണം. കാരണം 2-3 മക്കളും പന പോലെയുള്ള പെണ്ണുങ്ങളും പുരയുണ്ട്. ഞാൻ കാക്കണങ്ങൾ